കുവൈറ്റിലെ ലേബർ ക്യാമ്പിൽ തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 45 ഇതിൽ 23 പേരും മലയാളികളാണ്. 9 പേർ ഗുരുതരാവസ്ഥയിൽ കുവൈറ്റിലെ വിവിധ ആശുപത്രികളിൽ ഇപ്പോഴും ചികിത്സയിലുണ്ട്. കാണാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കുവൈറ്റിലെ മംഗഫിലെ തൊഴിലാളി ക്യാമ്പിലാണ് ഇന്നലെ തീപിടുത്തമുണ്ടായത്. 45 ഇന്ത്യക്കാർ മരിച്ചു, 23 പേർ മലയാളികളെന്ന് സ്ഥിരീകരണം. തിരിച്ചറിയാനുള്ള 3 പേരിൽ 2 പേർ കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് സംശയിക്കുന്നതായി നോർക്ക CEO അജിത് കൊളാശ്ശേരി പറഞ്ഞു. 3 പേരെ തിരിച്ചറിയാനുണ്ടെന്നും അതിൽ 2 പേര് കേരളത്തിൽ നിന്നുള്ളവരാണെന്നും ആണ്. പരുക്കേറ്റ 9 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഫ്ളാറ്റിൽ തീ പടർന്നതെന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കണ്ണൂർ ഇരിട്ടി സ്വദേശി നൌഫൽ 24നോട്. ഉറങ്ങുമായിരുന്നു. 4:30 മണിക്ക് വിളിച്ചൊക്കെ 4 മണിക്ക് അന്നപോലെ തന്നെ അന്നേരം പുകയാ വരുന്നു. പിന്നെ ഒന്നും ഓർമ്മയില്ല. കുവൈറ്റിൽ എത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ചികിത്സയിലുള്ളവരെ സന്ദർശിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ച മലയാളികളുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ വീതം നൽകും. പരുക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. വ്യവസായികളായ MA യൂസുഫ് അലി, രവി പിള്ള എന്നിവരും സഹായം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപ ധനസഹായവും ആശ്രിതർക്ക് ജോലിയും നൽകുമെന്ന് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ മാനേജ്മെന്റ് വ്യക്തമാക്കി. തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ന്യൂസ് ഡെസ്ക് 24.